നിന്നും നിഗ്രഹിക്കാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട സംഘത്തിലെ ഒരു പ്രധാനിയായിരുന്നു ഞാൻ. അത് വിനയെന്ന് പറയാം. കാരണം അന്ന് പറഞ്ഞു കേട്ടിരുന്നതും എല്ലാം വിനയൻ ഒരു ഭീകരവാദിയാണ്, സിനിമയെ നശിപ്പിക്കാൻ പോകുന്നതാണ്. പിന്നീട് കാലം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ഞാൻ കൂടിയ സംഘമായിരുന്നോ ശരി, വിനയനായിരുന്നോ ശരി എന്ന തിരിച്ചറിവിൽ നിന്നും ആ സംഘടനയിലെ എല്ലാ ഭാരവാഹിത്വവും ഒഴിവാക്കി അവിടുന്ന് ഒരു ദിവസം ഞാൻ പടിയിറങ്ങി. ഒരു മെമ്പറായി മാത്രം നിന്നു. കാരണം പിന്നീട് എനിക്ക് തുടർന്നു കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. കാരണം അത്രയധികം കുറ്റബോധം എനിക്കുണ്ട്. ഒരു സത്യസന്ധനായ ഒരു മനുഷ്യനെ ഏതൊക്കെ തരത്തിൽ അവഹേളിക്കാം, സിനിമയിൽ നിന്നും പുറത്താക്കാൻ ശ്രമിക്കാം, അതിന് ഞാനും കൂട്ടുന്നല്ലോ എന്ന കുറ്റബോധം. പിന്നീട് എനിക്ക് എന്റെ ഒരു സിനിമയ്ക്ക് ഒരു ചെറിയ പ്രശ്നമുണ്ടായപ്പോൾ ഈ സംഘടനാ ഭാരവാഹികൾ ആരും എന്റെ ഒപ്പം നിന്നില്ല. അന്ന് ഞാൻ വിനയനെ പോയി കണ്ടു. വിനയൻ ശക്തിയുക്തം എന്റെ കൂടെ നിൽക്കുകയും എന്റെ പടം സെൻസർ ചെയ്തെടുക്കാൻ സഹായിക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ മനസ്സിലാക്കി, ഒരിക്കലും ശത്രുത വെച്ച് പുലർത്തുന്ന ഒരാളല്ല ഞാനാണെങ്കിൽ പോലും. ചിലപ്പോൾ അവനന്ന് അങ്ങനെ ചെയ്തതല്ലേ, അതുകൊണ്ട് ഒരു പണി കൊടുക്കാമെന്ന് വിചാരിക്കും, പക്ഷെ ചെയ്തില്ല. പിന്നീട് അദ്ദേഹത്തിന് ഒരു കോടതി വിധി അനുകൂലമായി വന്നപ്പോൾ ഞാൻ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു, സത്യം ചെയ്യിച്ചു വിനയൻ. അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹത്തിന് പങ്കെടുക്കുന്നതിന്റെ കാര്യം എന്നോട് ഒരു പ്രശസ്ത സിനിമാ പ്രവർത്തകൻ ചോദിച്ചു. പങ്കെടുത്താൽ നിന്ന് നമ്മുടെ സംഘടനയിൽ കുഴപ്പമുണ്ടാവും. ഞാൻ അയാളോട് പറഞ്ഞു, കുറച്ചുകൂടെ ആണത്തത്തോടെ ചിന്തിക്കൂ എന്നാണ് മറുപടി പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഒരു തീണ്ടാപ്പാട് അകലെ നിർത്തിക്കൊണ്ട് വിനയനെ സിനിമയിൽ നിന്ന് ഒഴിവാക്കി മാറ്റിക്കളയാം എന്ന് തീരുമാനിച്ചപ്പോൾ ചങ്കൂറ്റം എന്നുള്ളത് ഉള്ളതുകൊണ്ട് ഇന്നും പിടിച്ചു നിൽക്കുന്ന, അങ്ങനെ വിജയിച്ചു വന്ന വിനയനെ കുറിച്ച് മാത്രമാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. നിങ്ങളോട് ഓർമ്മിപ്പിക്കാം. ഊമപ്പെണ്ണ് എന്ന സിനിമ മറ്റൊരു നടനെ വെച്ചായിരുന്നു അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത്. തിരക്കഥാകൃത്തിനെ മാറ്റണമെന്ന് ആ നടൻ ആവശ്യപ്പെട്ടപ്പോൾ, എന്നാൽ നീ മാറിക്കോളൂ, ഞാൻ പുതിയ ആളെ വെച്ച് ചെയ്തോളാം ചങ്കൂറ്റം. അന്ന് എല്ലാ രംഗത്തും ചങ്കൂറ്റം മാത്രം കൈമുതലാക്കി ഇന്ന് മണിയെ നായകനാക്കിയ കഥകളെല്ലാം അദ്ദേഹം പറഞ്ഞു. ഇന്ന് മണിയുടെ അനുസ്മരണാർത്ഥം അല്ലെ മണി എന്ന നടനെ വെച്ച് എടുക്കുന്ന ഈ സിനിമ, അതും അദ്ദേഹത്തിന്റെ ചങ്കൂറ്റത്തിന്റെ ഭാഗമാണ്. എല്ലാ അർത്ഥത്തിലും ഇന്നും തലയെടുപ്പോടെ നടക്കുന്ന ആ മനുഷ്യന് അഭിവാദനങ്ങൾ അർപ്പിച്ചുകൊണ്ട്, അദ്ദേഹത്തിന് എല്ലാ വിജയങ്ങളും, ഈ സിനിമയ്ക്ക് എല്ലാ വിജയങ്ങളും അർപ്പിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു. നന്ദി.